എല്ലാവർക്കും ഡയറക്ട് ഹോം PSCയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS അതേപോലെ LDC പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന കുറച്ച് PYQ ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരാൾ തൻ്റെ സമ്പത്തിൻ്റെ 7/2 ഒന്നാമത്തെ മകനും 5/2 രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകൻ്റെ ആകെ സമ്പത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? അപ്പോൾ അദ്ദേഹം ഒന്നാമത്തെ മകന് 2/7 കൊടുത്തു, രണ്ടാമത്തെ മകന് 2/5 കൊടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യം ഇതെത്രയാണെന്ന് കണ്ടുപിടിക്കുക. രണ്ട് മക്കൾക്ക് ആദ്യമായിട്ട് കൊടുത്തത് എത്രയെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. 5 × 2 10 + 7 × 2 14 ഡിവൈഡഡ് ബൈ 7 × 5 35. 10ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 24. ഡിവൈഡഡ് ബൈ 35. ഓക്കെ, അതായത് 35-ൽ 24 ഭാഗം രണ്ട് മക്കൾക്കും കൂടെ നൽകി. ബാക്കി എത്രയെന്നാണ്? ബാക്കിയുള്ളതാണല്ലോ മൂന്നാമത്തെ മകന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ മൊത്തം 35ആണ്. അതിൽ 24 കൊടുത്തു രണ്ട് മക്കൾക്കും കൂടി. അപ്പോൾ 35 - 24 നോക്കാം. 5-ൽ നിന്ന് 4 കുറച്ചാൽ 1, 3-ൽ നിന്ന് 2 കുറച്ചാൽ 1, 11. അതായത് 35-ൽ 11 ഭാഗേ ബാക്കിയുള്ളൂ. 11/35. ഇതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റി. എന്നാൽ ബാക്കിയുള്ള റിബണിൻ്റെ നീളം എത്ര? അപ്പോൾ മൊത്തം റിബണിൻ്റെ നീളം എന്ന് വെച്ചാൽ 1.00 മീറ്ററാണ്. അതിൽ നിന്ന് 0.63 മീറ്റർ മുറിച്ച് മാറ്റി. ബാക്കി എത്ര ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ 1 മീറ്ററിൽ നിന്ന് 0.63 മീറ്റർ കുറച്ചാൽ മതി. 0ൽ നിന്ന് പോവില്ല. അപ്പോൾ ഇവിടെ 1ൽ നിന്ന് കടമെടുക്കും. 1ൽ നിന്ന് കടമെടുക്കുമ്പോൾ ഇവിടെ 0 ഉള്ളൂ. ഇവിടെ 10 വന്ന് ഈ 10ൽ നിന്ന് ഇങ്ങോട്ട് കട എടുക്കുമ്പോൾ ഇവിടെ 10 ഇവിടെ ബാലൻസ് 9. 10ൽ നിന്ന് 3 കുറച്ചാൽ 7, 9ൽ നിന്ന് 6 കുറച്ചാൽ 3. പോയിൻ്റ് അതേപോലെ എടുത്തിട്ട് 0.37. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗത്തിലാണ് ഓടിയത്? ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്ററാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ, ടൈം 10 സെക്കൻഡ്. ഓക്കെ, വേഗതയാണ് ചോദിക്കുന്നത്. സ്പീഡ് ഈസിക്കൽ ടു, ഇപ്പോൾ നമ്മൾ ഒരു ഇതുണ്ട് ഇക്വേഷൻ DTS എന്ന് പറയും. അതായത് DTS. ഓക്കെ, DTS. അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ടത് ഏതാണ്? എത്ര വേഗത്തിൻ്റെ ഓടി എന്നാണ്. ഇപ്പോൾ സ്പീഡാണ് കാണേണ്ടത്. ഇപ്പോൾ സ്പീഡ് മാത്രം അങ്ങ് പൊത്തിപ്പിടിക്കുക. സ്പീഡാണ് കാണേണ്ടതെങ്കിൽ സ്പീഡ് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ എന്താണ്? D/T. അപ്പം സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം 100/10. 0 വെട്ടി 10 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മളുടെ ടൈമാണ് ചോദിച്ചെന്ന് വെച്ചോ. ടൈം ആകുമ്പോൾ ടി മറച്ചു പിടിക്കുക. ടി മറച്ചു പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ D/S എന്ന് കിട്ടും. T =
ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ടൈം കാണാൻ. ഇനി മറിച്ച് ഡി ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഡി പിടിച്ച താഴെ എന്താണ് ടി ഇൻറ്റു എസ് ആണ് നടക്കണം. അതായത് ഡി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. ഇതാണ് ഡി ടി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പിരമിഡ് വരയ്ക്കുക, എന്നിട്ട് അതിനെ ഇങ്ങനെ വിഭജിക്കണം. എന്നിട്ട് ഡി ടി എസ് ഡിസ്റ്റൻസ് കാണാൻ, ഡിസ്റ്റൻസിന് ഡി അവിടെ ഇടുക, ബാക്കി ടി ഇൻറ്റു എസ് ആണ്. അപ്പം ടൈം ഇൻറ്റു സ്പീഡ്. ഇനി സ്പീഡാണെങ്കിൽ എസ് ഈക്വൽ ടു എസ് അവിടെ നിർത്തുക, ഡി ബൈ ടി എന്നാണ്. അപ്പോൾ അതേപോലെ ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ്. അതുപോലെ ടൈമാണ് കാണേണ്ടതെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.0111 കിട്ടും? ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? ഈ വലുത സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് ശരിയായ ഉത്തരം കിട്ടും. 1.011 മൈനസ് 0.111. 1 മൈനസ് 1 0, 1 മൈനസ് 1 0. 0 ഇന്നൊന്നും പോകത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കടമെടുത്തു. ഒന്നിന് ഇങ്ങോട്ട് ഒന്നെടുക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ 0 ബാക്കിയുള്ളൂ. ഇവിടെ 10 10 മൈനസ് 1 9. പോയിൻ്റ് അതേപോലെ എടുത്ത് എഴുതി, 0 അതേപോലെ ഇറക്കി എഴുതി. പോയിൻറ്റിൻ്റെ ലാസ്റ്റ് വരുന്ന സീറോസിന് വാല്യൂ ഇല്ല. അപ്പോൾ എന്ത് വരും? 0.9 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. 550 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? ചോദ്യം വളരെ എളുപ്പമാണ്. ലാഭമാണ് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് അധികം കൺഫ്യൂഷൻ വരത്തില്ല. എന്നാൽ ചില ചോദ്യങ്ങളിൽ ലാഭമോ നഷ്ടമോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ഇവിടെ ലാഭമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എത്ര രൂപയാണ് ലാഭം കിട്ടിയെന്ന് നോക്കാം. 580 രൂപയിലെ ഒരു പ്രോഡക്റ്റ് 609 രൂപയ്ക്കാണ് വിറ്റത്. 609 മൈനസ് 580. ഇവിടെ എഴുതാം. 609 മൈനസ് 580. 9 നിന്ന് 0 പോയാൽ 9, 10 നിന്ന് പോകത്തില്ല. ഇവിടെ 5 10 നിന്ന് 8 പോയാൽ 2, 5 0. അപ്പോൾ 29 രൂപയാണ് ലാഭം കിട്ടിയത്. അപ്പോൾ കിട്ടിയത് 29 രൂപ ലാഭമാണ്. ഈ 29 രൂപ ലാഭം എന്ന് പറയുന്നത് എത്ര ശതമാനം എന്നാണ് ചോദ്യം. ഓക്കെ, 580ൻ്റെ എത്ര ശതമാനമാണ് 29? അതിന് കണ്ടുപിടിക്കാൻ 580 ഇൻറ്റു ഇവിടെ ശതമാനത്തിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഡിവൈഡഡ് ബൈ 100 ഈക്വൽസ് ടു 29 കിട്ടി. ഈ 0യും ക്യാൻസലായിപ്പോയി. അതായത് എക്സ് ഈക്വൽ ടു 29 ഇൻറ്റു ഈ 100 മോളിൽ പോവും. 100 അവിടെ ഇനി 10 ബാക്കിയുള്ളൂ. ഈ 10 മോളിൽ പോയി. 10 ഡിവൈഡഡ് ബൈ 58. 10നെ 58നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5 തവണ 2 പോവും. 58ൽ 5ൽ 4 തവണ 2, 1 ബാലൻസ്. 18ൽ 9 തവണ 29. ഈ 29ും ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ബാലൻസ് എത്രയാണ്? 5 മാത്രമേ ഉള്ളൂ. 5% ഉത്തരം. എന്താണ്? ഓപ്ഷൻ ഡി 5%. അടുത്ത ചോദ്യം നോക്കാം. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. ഓക്കെ, ഇതിന് LCM അതായത് ലസാഗു എടുത്താണ് സാധാരണ കാണുന്നത്. നമുക്ക് എളുപ്പത്തിലല്ലാതെ കണ്ടുപിടിക്കാം. ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിലെ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം നോക്കുക. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ 30 ആണ് ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം 30ൽ ഈ നമ്പേഴ്സ് പോകുമെന്ന് ആദ്യം നോക്കുക. 4 30 പോവോ? പോകത്തില്ല.
28 കഴിഞ്ഞാൽ പിന്നെ 32ആണ്. 30-ൽ 4 പോകത്തില്ല, മറിച്ച് 5ഉം 6ഉം പോകും. അപ്പോൾ 3 സംഖ്യയും പോകണം. അപ്പം 3 അല്ല, ഓപ്ഷൻ എ അല്ല, അത് വിട്ട്. അടുത്ത ഏറ്റവും ചെറിയത് ഓപ്ഷൻ ഡി ആണ്, 60 ആണ്. 60-ൽ പോകുമെന്ന് നോക്കാം. 60 എടുത്ത് 60-ൽ 4 പോവും. 60-ൽ 4, 6-ൽ ഒരു തവണ, ബാലൻസ് 2, 2-ൽ 5, 15 തവണ പോവും. അപ്പോൾ ഓപ്ഷൻ 4 പോവും, 5 പോവും, 12 തവണ പോവും. അടുത്ത 6, 10 തവണ പോവും അല്ലേ? 5 × 10 എന്ന് പറയുന്നത് 50 ആണ്. 11 എന്ന് പറയുമ്പോൾ 55, 12 എന്ന് പറയുമ്പോൾ 60 തവണ. അതുപോലെ 6 × 10 ആണ് 60. എല്ലാം പോകും. LCM എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 1/2 + 1/3 - 1/4 ഇതിൻ്റെ ഉത്തരം കാണുക. അപ്പോൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. ഇതും LCM ഒക്കെ എടുത്ത് കണ്ടുപോകേണ്ട കാര്യമില്ല, കാരണം ഇത് പെട്ടെന്നല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് എടുത്തെഴുതാം. 1/2 + 1/3 - 1/4. ഇതിൽ ഈ പോർഷൻ ഫസ്റ്റ് ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന ഉത്തരം തീന്ന് 1/4 മൈനസ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3, 3 + 2 × 1, 2 ഡിവൈഡഡ് ബൈ 2 × 3, 6. 3ഉം 2ഉം 5/6 എന്ന് കിട്ടും ഒന്നാമത്തെ പോർഷൻ സോൾവ് ചെയ്തപ്പോൾ. അപ്പോൾ 6/5 ന്ന് 4/1 കുറയ്ക്കുക. സെയിം മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 4, 20 - 6 × 1, 6 ഡിവൈഡ് ബൈ 6 × 4, 24. 20-ൽ നിന്ന് 6 പോകുമ്പോൾ 14 ഡിവൈഡ് ബൈ 24. 2 കൊണ്ട് വിട്ടാം. 2 14-ൽ 7 തവണ പോവും. 24-ൽ 12 തവണ. അപ്പോൾ 7/12 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. √16 + 4² = k ആണെങ്കിൽ kയുടെ വില എത്ര? ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. √16 + 4². √16ന്റെ വാല്യൂ 4 ആണ്. 4 + 4² വാല്യൂ 16 ആണ്. = 16 4 കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? ഓക്കെ, ആവറേജ് 50 റൺസ് ആവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കളിയിൽ അദ്ദേഹം എത്ര സ്കോർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ 2 ഇതായിട്ട് ചെയ്യാം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 12 കളികളിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി റൺസ് 49 ആണ്. അത് കണ്ടുപിടിക്കണം. രണ്ടാമത് സോൾവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ 13ാമത്തെ കളിയിൽ, ഒരു മിനിറ്റ്, 12 കളികളാണ്. 12 കളികളിൽ അദ്ദേഹം 49 റൺസ് ആവറേജ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക. രണ്ടാമതായിട്ട് 13ാമത്തെ കളിയിൽ അദ്ദേഹത്തിന് ആവറേജ് 50 ആണ് വേണ്ടത്. ഇത് കണ്ടുപിടിക്കുക. അതിനുശേഷം രണ്ടാമത്തതിൽ നിന്ന് ഒന്നാമത്തത് മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. നമുക്ക് നോക്കാം. ആദ്യമായി 12 × 49, 9 × 2 18, 1 ബാലൻസ് 9 1 10, 108. 4 × 2 8, 4 × 1 4, 8 8 5. ഒന്നാമത്തത് 581 കിട്ടും. രണ്ടാമത്തെ കേസ് നോക്കാം. 50 × 13, 3 × 0 0, 3 × 5 15, 1 × 0 0, 1 × 5 5, 0 5 6, 650 എന്ന് കിട്ടും. അതായത് രണ്ടാമത്തെ 650 - 588.
ഇവിടെ പോകത്തില്ല, കട എടുക്കണം. 5-ൽ നിന്ന് 1 വന്നാൽ ഇവിടെ പിന്നെ 4 ഉള്ളൂ. ഇവിടെ 10 ആയി. 10-ൽ നിന്ന് 8 കുറച്ചായി 2. 4-ൽ നിന്ന് 8 പോകില്ല. ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് ഇങ്ങോട്ട് കട എടുത്തപ്പോൾ 14 ആയി. 14-ൽ നിന്ന് 8 പോയി എത്ര വരും? 4, 5, 6, 7, 8, ബാക്കി 6. 62 ഉത്തരം. ഓപ്ഷൻ സി 62 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം, അത് സോൾവ് ചെയ്യാനുള്ളതാണ്. 18 × 21 പ്ലസ് 21 × 82. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് 21-നെ കോമൺ എടുത്ത് മാറ്റിയേ ചെയ്യാൻ പറ്റും. അല്ലാത്തവർ 18 × 21 കണ്ടുപിടിച്ചിട്ട് അതേപോലെ 21 × 81 കണ്ടുപിടിച്ച് രണ്ടും കൂടെ കൂട്ടിയാലും മതി. അല്ലെങ്കിൽ 21 കോമൺ ആയിട്ട് എടുത്ത് മാറ്റുക. 21 പ്ലസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 21 ഇൻറ്റു ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അകത്ത് 18 പ്ലസ് 82 ചെയ്യുക. എളുപ്പത്തിന് എങ്ങനെയാണ്? അതായത് 21 ഇൻറ്റു 18 പ്ലസ് 82 എളുപ്പം ചെയ്യാൻ പറ്റും. 82ഉം 18ഉം കൂടെ കൂട്ടുക. 8 2 10, 1 ബാലൻസ്, 8 1 9, ഈ 1 കൂടെ കൂട്ടുമ്പോൾ 10, 100 കിട്ടും. 21 ഇൻറ്റു 100 ഈക്വൽ ടു 2100, 2100. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം.